മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപക അധ്യക്ഷന്മാർക്കായി ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആരുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരിക്കാം. ഏത് സ്ഥാപനവുമായി നിങ്ങൾ എഗ്രിമെന്റ് വെച്ച് അവിടെ കളക്ട് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ വലിയ ജില്ലയാണ്. എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ മിനി MCFകൾ എല്ലാവരും പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും ഉണ്ടാക്കി വളരെ ചെറുതായിട്ട് ഒരു കോഴിക്കോടിന്റെ അപ്പുറം വലുപ്പമുള്ള മിനി MCF ആയിരിക്കും. ആ മിനി MCF കുറച്ച് വലുതാക്കിയിട്ടൊക്കെ നിൽക്കുമ്പോൾ പ്രശ്നമില്ല. അപ്പൊ ഞാൻ നമ്മുടെ ജില്ലയിൽ എത്രയോ ആഗ്രി ബിസിനസ് ഉണ്ടല്ലോ, അതിനൊരു പ്രതിഷേധം ഉണ്ടാവില്ല. അതിപ്പോ ഏത് ജനങ്ങൾ താമസിക്കുന്നിടത്തായിരുന്നാലും അവിടെ എത്രയോ കൂട്ടിക്കിടക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ കലാമത്തോട് ഇങ്ങനെ വരുമ്പോ അവിടെ മൂക്കനാട് പ്രസിഡന്റ് മൂക്കനാട് ഇങ്ങനെ തിരിയുമ്പോ പുറത്തൂര് കഴിഞ്ഞാൽ വലിയ ദേവോത്തരാക്കി അവിടെ റോഡ് മുഴുവൻ അവര് അവിടെ ഗോഡൌണ് കഴിഞ്ഞ് പുറത്തൊക്കെ തള്ളി മഴ കൊണ്ട് നിന്നാൽ പോലും തൊട്ടടുത്ത് വീട്ടുകാരുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവില്ല, ഒരു പ്രതിഷേധം ഉണ്ടാവില്ല. പക്ഷെ അത് പഞ്ചായത്തിന്റെ MCF ആണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും. അപ്പൊ രണ്ടും സംഭവം തന്നെയാണ് നമ്മുടെ വീടുകളിൽ കളക്ട് ചെയ്യുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അതിന് എന്തോ ഒരു തോന്നുന്നത് ബോധവൽക്കരണം നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ നിരന്തര ഭരണസമിതികൾ ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഒന്നുകൂടി നമ്മൾ താഴെത്തട്ടിലേക്ക് ഗ്രാമസഭകളിലൊക്കെ നമ്മളിപ്പോ ഈ ഗ്രാമസഭകളിലേക്ക് പോവുകയാണല്ലോ. നമ്മളുടെ ഇനിയിപ്പോ ഒരാഴ്ച കൊണ്ട് നമുക്ക് മൾട്ടി-ഇയർ പ്രൊജക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അന്തിമമാക്കാനുള്ള ജിയോ വന്ന് നമ്മൾ DPC അംഗീകരിച്ച് നമ്മൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഗ്രാമസഭയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മാലിന്യമുക്ത നവകേരളം എന്ന ഒരു ക്യാമ്പയിൻ അജണ്ടയായിട്ട് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ ചെയർമാൻമാരും നിർബന്ധമായും ഒരു അജണ്ടയായി വരിക. മാലിന്യ സംസ്കരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. ഇവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സാഹചര്യം ഒരുക്കണമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പിന്റെ 2024-25 വർഷത്തെ ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വാതിൽപ്പടി ശേഖരണം, യൂസർ ഫീ, ജൈവ മാലിന്യ സംസ്കരണം, അജൈവ മാലിന്യ സംസ്കരണം, ശാസ്ത്രീയ തരംതിരിക്കൽ, എൻഫോഴ്സ്മെന്റ്, ഡീറ്റലൈസേഷൻ ക്യാമ്പയിൻ എന്നിവയിൽ സമ്പൂർണ്ണത കൈവരിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ അടുത്ത ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. മലപ്പുറം DPC ഹാളിൽ നടന്ന ശില്പശാലയിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷനായിരുന്നു. തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ വിഷയാവതരണം നടത്തി. ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T ജ്യോതിമോൾ, തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ VK മുരളി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ A ആതിര, നവകേരളം ജില്ലാ കോർഡിനേറ്റർ TVS സിദിൻ, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി, കില ഫെസിലിറ്റേറ്റർ A ശ്രീധരൻ, KSWAP സോഷ്യൽ എക്സ്പോർട്ടർ P വിനോദ് കുമാർ, തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ PB ഷാജു, ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ മുജീബ്, കുടുംബശ്രീ ജില്ലാ മാനേജർ അഭിജിത്ത് മാരാർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിൻ ജില്ലാ സെക്രട്ടറിയിലെ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ തിരഞ്ഞെടുത്ത ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ജൂലൈ 3-4 തീയതികളിലും നഗരസഭകളിൽ നിന്നുള്ളവർക്കായി ജൂലൈ 9-10 തീയതികളിലും പരിശീലന പരിപാടി സംഘടിപ്പിക്കും. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താണെന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലിയിലാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.